Activity 12. Lucy and Lucky are talking about ideas to send the star back to the sky. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. നമ്മുടെ ലൂസിയും ലക്കിയും എങ്ങനെയെങ്കിലും നമ്മുടെ സ്റ്റാറിനെ സ്കൈയിലോട്ട് പറഞ്ഞയക്കാനുള്ള ഐഡിയ ചിന്തിക്കുകയെന്ന്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. എന്തോ ഒന്ന് ലൂസി നമ്മുടെ ലക്കിയോട് പറഞ്ഞു. എന്താണ് എന്താ ഇവിടെ കാണിക്കുന്നത്, റോക്കറ്റിൽ പറഞ്ഞേക്കുന്ന എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ലക്കി പറയാണ് ബട്ട് വി ഹാവ് നോ റോക്കറ്റ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കാം ലൂസി പറഞ്ഞിട്ടുണ്ടാവുക? ലെറ്റ് us സെൻഡ് ദ സ്റ്റാർ ബാക്ക് ടു ദ സ്കൈ, അല്ലെങ്കിൽ ലെറ്റ് us സെൻഡ് ദ സ്റ്റാർ ബാക്ക് ടു ദ സ്കൈ ഇൻ റോക്കറ്റ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം ബട്ട് വി ഹാവ് നോ റോക്കറ്റ് എന്ന് അവൻ പറയാൻ കാരണം. നെക്സ്റ്റ്, അപ്പോൾ ലക്കി എന്തോ പറയുന്നുണ്ട്, നമുക്കൊരു മെസ്സേജ് എന്തോ അയക്കാമെന്നോ എന്തോ പറയുന്നുണ്ട്. അപ്പോൾ ലൂസി എന്താ ചോദിക്കുന്നത്? ക്യാൻ ദേ റീഡ് ദാറ്റ്? അവർക്കത് വായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണമെങ്കിൽ എന്തായിരിക്കാം അവൻ പറഞ്ഞത്? വി ക്യാൻ റൈറ്റ് എ മെസ്സേജ്, നമുക്കൊരു മെസ്സേജ് അയക്കാം, അല്ലേ, എഴുതാം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, നൗ ആക്ടിവിറ്റി 13. മേക്ക് എ ക്യാൻഡിൽ ഫോളോയിങ് ദ പിക്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പിക്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഉണ്ടാക്കണം. ഫസ്റ്റ് യു വാണ്ട് ടു ടേക്ക് എ സ്ക്വയർ പേപ്പർ എടുക്കുക. ദെൻ ഫോൾഡ് ഫ്രം കോർണേഴ്സ് ടു സെൻറ്റർ, രണ്ട് സൈഡിൽ എല്ലാ ഭാഗത്തു നിന്നും സെൻറ്ററിലോട്ട് മടക്കുക. ദെൻ അൺഫോൾഡ് വൺ കോർണർ, ഒരു കോർണർ തുറന്ന് പിടിക്കുക. ഫോൾഡ് അപ്പ് ഫ്രം ദ മിഡിൽ ലൈനിന്ന് നടുക്കിലോട്ടേക്ക് മടക്കുക. ദെൻ ടേൺ ദ പേപ്പർ തിരിച്ചു വെക്കുക. ഫോൾഡ് ദ സൈഡ്സ് അലോങ് ദ സൈഡ്സ് ലൈൻസോടുകൂടി മടക്കുക. ദെൻ റോൾ ദ പേപ്പർ ആൻഡ് ഇൻസേർട്ട് വൺ സൈഡ് ഇൻ ടു അനദർ. റോൾ ചെയ്തിട്ട് ഒരു വശം മറ്റേതിൻ്റെ അകത്തോട്ടേക്ക് കയറ്റുക. ദെൻ ട്വിസ്റ്റ് ദ ടോപ്പ് പാർട്ട് റൈറ്റ് ടു മേക്ക് ദ ഫ്ലെയിം. മോൾ ഭാഗം വലത്തോട്ടേക്ക് തിരിച്ചാൽ നമുക്കൊരു തീപ്പന്തം പോലെ, അതായത് ഒരു ക്യാൻഡിൽ ലൈറ്റ് കത്തി നിൽക്കുന്ന ഒരു ക്യാൻഡിൽ പോലെ കിട്ടും. ഓക്കെ, നൗ ആക്ടിവിറ്റി 14. The stars send a reply to the children. Color the stars with dots at the center. You will get the message. അപ്പോൾ സ്റ്റാർസ് കുട്ടികളോട് എന്തോ ഒരു മറുപടി പറയുന്നുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഈ ഡോട്ട് ഉള്ള സ്റ്റാറിനെ നിങ്ങൾ കളർ ചെയ്യണം. അപ്പോൾ അങ്ങനെ കളർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? ഗോട്ട് ദ മെസ്സേജ്. നിങ്ങളുടെ മെസ്സേജ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അല്ലേ? നെക്സ്റ്റ് ആക്ടിവിറ്റി 15. ലക്കി സെൻഡ് എ മെസ്സേജ് ടു ഹിസ് ഫ്രണ്ട് അഭി അബൌട്ട് ദ സ്റ്റാർ. അപ്പോൾ സ്റ്റാറിനെ കുറിച്ച് അഭിനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് മനസ്സിലായി, ലക്കിക്ക് മനസ്സിലായി എന്താണ് ഇത് ഒറിജിനൽ സ്റ്റാർ ആണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ എന്തായിരിക്കാം അഭിക്ക് ലക്കി അയക്കുന്ന മെസ്സേജ്? വാട്ട് വുഡ് ലക്കി റൈറ്റ് ഓൺ ദ മൊബൈൽ ഫോണിൽ എന്തായിരിക്കാം ലക്കി കൊടുക്കുന്ന മെസ്സേജ് അഭിയോട് പറയുന്നത്? എന്താ? ഇറ്റ് വാസ് നോട്ട് എ ടോയ് സ്റ്റാർ. അതൊരു ടോയ് സ്റ്റാർ അല്ല അഭി, അല്ലേ? ഇറ്റ് വാസ് എ റിയൽ സ്റ്റാർ. അതൊരു ശരിക്കുള്ള സ്റ്റാർ ആണ്. ഇറ്റ് ഷോൺ അറ്റ് നൈറ്റ്. അത് രാത്രിയിൽ തിളങ്ങിയിരുന്നു. ഇറ്റ് ഫെൽ ഡൗൺ ഫ്രം ദ സ്കൈ. അത് ആകാശത്തിൽ നിന്നും വീണതാണ്. പിന്നെയോ വി വാണ്ടഡ് ടു സെൻഡ് ഇറ്റ് ബാക്ക്. നമുക്കതിനെ തിരിച്ച് പറഞ്ഞയക്കണം. സോ വി റോട്ട് എ മെസ്സേജ് ഫോർ ദ സ്കൈ. അതുകൊണ്ട് നമ്മൾ ആകാശത്തോട്ടേക്കൊരു മെസ്സേജ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? ഓക്കെ, നൗ ആക്ടിവിറ്റി 16. റീഡ് ദ സെൻറ്റൻസ് ആൻഡ് ഡ്രോ സ്യൂട്ടബിൾ ഇമോജീസ് ഇൻ ദ ബോക്സസ്. താഴെ 4 ഇമോജീസ്, നിങ്ങൾ ഇമോജീസ് കണ്ടിട്ടുണ്ടാവും വാട്സപ്പിലൊക്കെ, അല്ലേ? അപ്പോൾ ഇത് സാഡിന്, ഇതെന്താ കൺഫ്യൂഷൻ, നമുക്ക് അത് വേണോ ഇത് വേണോ അങ്ങനെ ചിന്തിക്കുന്ന സമയം. ഇത് ഹാപ്പി, ഇത് എന്താ സർപ്രൈസ്, അത്ഭുതം, നമ്മൾ സർപ്രൈസ് ആയിട്ടുണ്ടാകുമ്പോഴുള്ള ഇമോജിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? ഓ യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, ലക്കി ആസ്ക്ഡ് ഇൻ സർപ്രൈസ്. അപ്പോൾ ലക്കി സർപ്രൈസോട് ചോദിക്കുകയാണല്ലേ, യു ക്യാൻ ഷൈൻ സോ ബ്രൈറ്റ്, ഇത്ര നന്നായി നിനക്ക് തിളങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് എന്താ? സർപ്രൈസാണ്. അപ്പോൾ സർപ്രൈസിൻ്റെ ഇമോജിയാണ് ഇവിടെ വേണ്ടത്. നെക്സ്റ്റ്, ബട്ട് ദ സ്റ്റാർ ഡിഡിൻ മൂവ്, ലക്കി ഫെൽറ്റ് സാഡ്. സ്റ്റാർ അനങ്ങിയില്ല, അതുകൊണ്ട് ലക്കിക്ക് സങ്കടമായി. സാഡ് ഇമോജിയാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ്, ഫൈനലി വി ഫൗണ്ട് ദ ഓണർ ഓഫ് ദ ട്രഷർ, ലക്കി സെഡ് ഹാപ്പിലി. അങ്ങനെ നമ്മൾ നമ്മുടെ ട്രഷറിൻ്റെ ഓണറിനെ കണ്ടെത്തി. സോ ഇറ്റ് ഈസ് എ ഹാപ്പി മൂഡ്, അതുകൊണ്ട് ഹാപ്പി കൊടുക്കണം. ഈസ് ഇറ്റ് റിയലി എ സ്റ്റാർ? അത് ശരിക്കും ഒരു സ്റ്റാർ ആണോ? ഹൗ ഡിഡ് ഇറ്റ് കം ഹിയർ? അതെങ്ങനെയാണ് ഇവിടത്തേക്ക് വന്നത്? ലക്കി വാസ് കൺഫ്യൂസ്ഡ്. ആകാശത്തുള്ള സ്റ്റാർ എങ്ങനെ താഴെ വന്നു? ആകെ ആശയക്കുഴപ്പത്തിലായി. സോ കൺഫ്യൂസ്ഡ് എന്നുള്ള ഇമോജിയാണ് ഇവിടെ കൊടുക്കേണ്ടത്.
നെക്സ്റ്റ് ആക്ടിവിറ്റി 17. ഹൂ സേസ് ദീസ് ഡയലോഗ്സ് നെയിം ദ സ്പീക്കർ. താഴെ തന്നിരിക്കുന്ന ഡയലോഗ്സ് ഒരു റിഡിൽസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതാരാണ് പറയുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഐ ഫ്ലൈ ഇൻ ദ സ്കൈ ബട്ട് ഐ ഹാവ് നോ വിങ്സ്. ഞാൻ ആകാശത്ത് പറക്കും പക്ഷെ എനിക്ക് ചിറകുകളില്ല. ആരാത്? യെസ്, ക്ലൗഡ്സ് അല്ലേ. ആകാശത്ത് പറക്കും പക്ഷേ അതിനെന്തില്ല? ചിറകില്ല. നെക്സ്റ്റ് വി ട്വിങ്കിൾ ആൻഡ് സ്മൈൽ യു സീ എസ് ഓൺലി അറ്റ് നൈറ്റ്. നമ്മൾ മിന്നും തിളങ്ങുകയും ചെയ്യും. നിങ്ങൾ രാത്രിയിൽ മാത്രമാണ് കാണുക. ആരാ? യെസ്, സ്റ്റാർസ്. ഈസ് ഇറ്റ്? ഓക്കെ. നെക്സ്റ്റ് ഐ ആം റൗണ്ട് ബട്ട് നോട്ട് ഓൾവേസ്. ഞാൻ വട്ടത്തിലാണ് പക്ഷെ എല്ലായ്പ്പോഴും അല്ല. ഐ ഗിവ് യു ലൈറ്റ്. ഞാൻ നിങ്ങൾക്ക് പ്രകാശം തരാറുണ്ട്. ഐ ആം നോട്ട് ദ സൺ. ഞാൻ സണ്ണും അല്ല. സണ്ണല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് റൗണ്ട് ഷേപ്പ് ഉണ്ടാവുന്ന ആളാരാ? യെസ്, ദ മൂൺ. ഇസ് ഇറ്റ്? സോ ഇവിടെ നമ്മൾ മൂൺ എന്ന് എഴുതും. ഓക്കെ. നൗ ആക്ടിവിറ്റി 18. ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ സോങ്ങിൽ ലൈൻസ് ആഡ് ചെയ്യണം. I was a cute little star in the sky. I was happy there and shone so bright. I fell down one night from the sky. Oh dear friends, I lost my light. Now I rest on the ground so soft and cool. Still I miss my starry sky. Oh dear sky, please take me near. I want to shine and dance, my dear. Now I rest on the ground so soft and cool. Still I miss my starry sky. പിന്നെ ആരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്? യെസ്, ഐ മിസ് ദ മൂൺ ഹു വാസ് മൈ ഫ്രണ്ട്. ഐ വാണ്ട് ടു ഷൈൻ ആൻഡ് ഡാൻസ് മൈ ഡിയർ. സോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈൻസ് ആഡ് ചെയ്യാം. ആരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 19. കളർ ദ വേർഡ്സ് വിത്ത് സിമിലർ എൻഡിങ്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഒരേ സൗണ്ടിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് കണ്ടെത്തിയിട്ട് നിങ്ങളിവിടെ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ ഒരേ നിറമൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പം നൈറ്റ് പോലെ അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? യെസ്, ഇതിൽ റൈറ്റ്, ദെൻ ഹിയർ ബ്രൈറ്റ്, ഹിയർ നോ, ഹിയർ ലൈറ്റ്, ഹിയർ ഹൈറ്റ്. ഓക്കെ. സോ അത് നാലും നമ്മളിവിടെ എഴുതുന്നു. നൈറ്റ്, ഹൈറ്റ്, ലൈറ്റ്, റൈറ്റ്, ബ്രൈറ്റ്. അപ്പോൾ IGHT നമ്മൾ ഐറ്റ് എന്ന് വായിക്കും. നെക്സ്റ്റ് ലക്കി. നെക്സ്റ്റ് ലക്കി പോലെയുള്ള സൗണ്ട് വരുന്ന വേർഡ്സ് ഏതൊക്കെയാ? യെസ്, ലക്കി, ഹിയർ ഹാപ്പി, ദെൻ ഹിയർ യമ്മി, ഹിയർ ലൂസി, ഹിയർ വെരി. ഈസ് ഇറ്റ്? ഓക്കെ. അത് നമ്മൾ ഇവിടെ എഴുതുന്നു. നെക്സ്റ്റ് സ്റ്റാർ പോലെ അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഹിയർ സ്റ്റാർ, ആർ സൗണ്ട് കൊണ്ട് അവസാനിക്കണം. ഫാർ, സ്റ്റാർ, ജാർ, ദെൻ ടാർ, കാർ. സോ വിച്ച് ആർ ദേ? യെസ്, സ്റ്റാർ, കാർ, ടാർ, ജാർ, ഫാർ. നെക്സ്റ്റ് ഹിയർ, ഇയർ സൗണ്ട് കൊണ്ട് അവസാനിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? നിയർ, ദെൻ ക്ലിയർ, ഹിയർ, ദെൻ ഹിയർ ഫിയർ, ഡിയർ. ഓക്കെ. അപ്പോൾ ഹിയർ, നിയർ, ക്ലിയർ, ഡിയർ, ഫിയർ. ഓക്കെ. ഇവിടെ യമ്മി YUMMY ആണ് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 20. കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഈ സെൻറ്റൻസസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ദ സ്റ്റാർ ഈസ് സ്മോൾ, ദ സ്റ്റാർ ഈസ് ബ്രൈറ്റ്. അപ്പോൾ നമ്മളിവിടെ ആൻഡ് ചേർത്തിട്ട് പറയണം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ദ സ്റ്റാർ ഈസ് സ്മോൾ, എന്നിട്ട് ഇത് രണ്ടും ഒരേ സെൻറ്റൻസ് ആയതുകൊണ്ട് ഈ വേർഡ് മാത്രം ചേർത്താൽ മതി. ആൻഡ് ബ്രൈറ്റ്. നെക്സ്റ്റ് ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ദ മൂൺ ഈസ് റൗണ്ട്, ദ മൂൺ ഈസ് വൈറ്റ്. ചേർത്ത് എഴുതുമ്പം ദ മൂൺ ഈസ് റൗണ്ട് ആൻഡ് വൈറ്റ്. നെക്സ്റ്റ് ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ എഴുതാം, ദ റെയിൻബോ ഈസ് കളർഫുൾ, ദ റെയിൻബോ ഈസ് ബ്യൂട്ടിഫുൾ, ദ റെയിൻബോ ഈസ് കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. ഇങ്ങനെ എഴുതാം, ദ സൺ ഈസ് റൗണ്ട്, ദ ക്ലൗഡ് ഈസ് വൈറ്റ്. ചേർത്ത് എഴുതുമ്പോൾ ദ സൺ ഈസ് റെഡ് ആൻഡ് ദ ക്ലൗഡ്സ് ആർ വൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക്
ആൻസേഴ്സ് എഴുതാം. സോ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.